കെ വി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ജീവനക്കാർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി. പക്ഷേ പ്രതീക്ഷകൾക്കുൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ജീവനക്കാർ നിരാശരാണ്. 2 മാസത്തിനിടയിൽ 17 KSRTC ജീവനക്കാരനാണ് പിടഞ്ഞു വീണ് മരിക്കപ്പെട്ടിരിക്കുന്നത്. ആ മെഡിക്കൽ സെൻറ്റർ എന്തടിസ്ഥാനത്തിലാണ് KSRTC പൂട്ടിയത്? തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ എല്ലാ തരത്തിലുള്ള പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. 5 ഡ്യൂട്ടി 4 ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഡ്യൂട്ടികളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. അപ്പോൾ അത്രയും ജോലിഭാരം കൂടുന്നു. നമസ്കാരം. KSRTCയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRTC എംപ്ലോയീസ് സംഘ് ഭാരവാഹികൾ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. ഈ കത്തിൽ നിരവധി ആവശ്യങ്ങളും പ്രതിസന്ധികളെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് KSRTC എംപ്ലോയീസ് സംഘ് ഭാരവാഹിയായ പ്രദീപ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. KSRTCയിൽ ഞങ്ങളിപ്പോൾ വ്യക്തമായി പറയുന്നത് KSRTCയിൽ ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം, വെറുതെ ഞങ്ങളൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭീതിജനക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമല്ല. അക്ഷരാർത്ഥത്തിൽ KSRTCയിൽ അത് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ജീവൻ എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. ആ ജീവിക്കുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ജോലിയായാലും മറ്റ് സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ജീവിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന തൊഴിൽശാലയിൽ നിന്ന് നമ്മളെ കൂടെയുള്ള സഹപ്രവർത്തകർ ഓരോരുത്തരായിട്ട് പിടഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം കാണുന്ന സമയത്ത് ഇതല്ലാതെ മറ്റൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? കഴിഞ്ഞ 2 മാസം, ഇപ്പോൾ 2 മാസം തികയാൻ പോകുന്നേ ഉള്ളൂ, 2 മാസത്തിനിടയിൽ 17 KSRTC ജീവനക്കാരനാണ് പിടഞ്ഞു വീണ് മരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് യുദ്ധമുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന സമയത്താണ് ഇത്രയധികം ഭടന്മാർ മരണപ്പെട്ടു പോകുന്നത്. ആ ഒരു കണക്കെടുത്താൽ പോലും ഒരു പക്ഷേ, അതിശയോക്തിയാണെങ്കിൽ പോലും ഒരു പക്ഷേ KSRTCയുടെ മരണനിരക്ക് അത്രയും വരുമോ എന്ന് പോലും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ത്യയിലെ തൊഴിൽശാലകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ KSRTCയിൽ ഇത്രയുമുള്ള ഒരു മരണനിരക്ക് ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യുദ്ധസമാനമായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത്. അടിയന്തരമായ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഈ സർക്കാർ ഞങ്ങൾ കഴിഞ്ഞ 8.5 വർഷക്കാലമായി സർക്കാരിനോട് പല ആവർത്തി വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല ആവർത്തി KSRTCയിൽ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾക്കും ആ പ്രശ്നങ്ങളുടെ എല്ലാം കാരണമായി ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ടെൻഷൻ ജീവനക്കാർക്ക്, അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ സാധാരണ ട്രേഡ് യൂണിയനാണ്. ഇതേപോലെ ജോലിയെടുക്കുന്ന പണിയെടുക്കുന്ന ജീവനക്കാരാണ്. അതോടൊപ്പം തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ട്രേഡ് യൂണിയനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് സർക്കാരിൻ്റെ മുന്നിൽ പല നിവേദനങ്ങളായിട്ട് നമ്മൾ ഈ വിഷയം പറഞ്ഞത്. KSRTC ജീവനക്കാരൻ്റെ ആരോഗ്യകാലത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. നേരത്തെ ഒരു മെഡിക്കൽ സെൻറ്റർ KSRTCക്ക് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടെ ആശ്രയമായിരുന്നു KSRTCയുടെ മെഡിക്കൽ സെൻറ്റർ. ചീഫ് ഓഫീസിൻ്റെ തൊട്ട് പിറകിലായിട്ടുള്ള ഇപ്പോൾ തപാൽ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് KSRTCയുടെ മെഡിക്കൽ സെൻറ്റർ ആയിരുന്നു. ആ മെഡിക്കൽ സെൻറ്റർ എന്തടിസ്ഥാനത്തിലാണ് KSRTC പൂട്ടിയത്? ഇപ്പോൾ അതിനുശേഷം പറഞ്ഞു, നിങ്ങൾക്ക് മെഡിക്കൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു മെഡിക്കൽ വാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെഡിക്കൽ വാൻ HLL-മായി ഹിന്ദുസ്ഥാൻ ലാറ്റക്സുമായി ചേർന്നുകൊണ്ട് ഒരു മെഡിക്കൽ വാൻ്റെ സംവിധാനം കൊണ്ടുവന്നു. ജീവനക്കാർ എല്ലാ ഡിപ്പോകളിലും പോയി ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കും. അവർക്കൊരു ബുക്ക് വയ്ക്കും. ആ ബുക്ക് കീപ്പ് ചെയ്യും. ഓരോ മാസവും വന്ന് അവരുടെ ബ്ലഡ് ഷുഗർ, അവരുടെ കൊളസ്ട്രോൾ അടക്കമുള്ള പരിശോധന നടത്തിക്കൊണ്ട് എന്തെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാണെന്ന്. അന്ന് മരണങ്ങൾ ഇത്തരത്തിൽ കൂടുതൽ വന്ന സമയത്ത് ഞങ്ങൾ ഉയർത്തിയ ആരോപണത്തിന് KSRTC മാനേജ്മെൻറ്റും സർക്കാർ നൽകുന്ന മറുപടിയാണ്. ഇന്നത് സ്മാരകമാണ്. ഇന്ന് ആ വാനുമില്ല, മെഡിക്കൽ സെൻറ്ററുമില്ല. അതിൻ്റെ എല്ലാം പരിണിത ഫലമാണ് KSRTCയിലെ ജീവനക്കാർ പിടഞ്ഞു വീണ് മരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? പല പ്രാവശ്യമായി നമ്മൾ നിവേദനങ്ങൾ കൊടുത്തു, പല പ്രാവശ്യമായി നാം അപേക്ഷ കൊടുത്തു, നമ്മൾ പല പ്രാവശ്യം യാചിച്ചു സർക്കാരിനോട്. ഒരു യാചന പാടില്ല ഒരു ട്രേഡ് യൂണിയന്. പക്ഷേ ഇത് അത്തരത്തിലൊരു വിഷയമായതുകൊണ്ട് ഞങ്ങൾ ആ തരത്തിലെങ്കിലും സർക്കാരും മാനേജ്മെൻറ്റും ഇടപെടണമെന്ന നിലയിൽ ഞങ്ങൾ അതിശക്തമായി തന്നെ ആ വിഷയത്തിൻ്റെ പുറകെ പോയി. പക്ഷേ നിലവിൽ ഇതുവരെയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മരിച്ചു വിടുന്ന ജീവനക്കാരുടെ മുന്നിൽ പോയി അശ്രുപൂജ അർപ്പിക്കുന്നത് മാത്രമാണോ? അശ്രുപൂജ എന്നുള്ളൊരു പരിപാടി BMS സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഈ വിഷയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനാണ്. അതുകൊണ്ട് മാത്രം അടങ്ങിയിരിക്കാനാവില്ല. ഇതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി പഠിക്കണം. എന്തുകൊണ്ട് KSRTCയിൽ മാത്രം? കേരളത്തിലെ ഇത്രയും 121, 131 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവിടെയൊന്നുമില്ലാത്തൊരു സ്ഥിതിവിശേഷം KSRTCയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വിശദമായി പഠിക്കണമെന്ന് പലതാവർത്തി ആവശ്യപ്പെട്ടു. വീണ്ടും KST എംപ്ലോയീസ് സംഘ് BMS ആവശ്യപ്പെടുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവനക്കാരെ കുരുതി കൊടുക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ ഒരു തെറ്റ് മറ്റൊരാൾക്കും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കിതിനകത്ത് പറയാനുള്ള അഭിപ്രായം. കെ വി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷമാണോ
ഇത്തരത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ തീരെ അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? അത്തരത്തിലൊരു ധാരണയുണ്ടോ? കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ജീവനക്കാർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി. പക്ഷേ പ്രതീക്ഷകൾക്കുൾപ്പെടെയുള്ള അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ജീവനക്കാർ നിരാശരാണ്. പക്ഷേ കെ ബി ഗണേഷ് കുമാറിനെ മാത്രം നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്ന സ്വഭാവം സംഘടനയ്ക്കില്ല. ഞങ്ങൾക്കൊരു വ്യക്തിയല്ല നമ്മുടെ ടാർഗറ്റ്, സർക്കാരാണ് ടാർഗറ്റ്. സർക്കാരിൽ മന്ത്രി മാറി വരും, ഒരു പുതിയ മന്ത്രി വരും. നേരത്തെ ആന്റണി രാജു ആയിരുന്നു. കഴിഞ്ഞ 8.5 വർഷക്കാലമായി ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ CM എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ്. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് പറഞ്ഞു, അദ്ദേഹം KSRTCയിലെ ജീവനക്കാരോട് എത്ര പ്രാവശ്യമായി ഉറപ്പ് കൊടുത്തത്, നിങ്ങൾക്ക് 5-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കുമെന്ന് KSRTC ജീവനക്കാരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉറപ്പ് കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹം നേരത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഗോപിനാഥൻ പിള്ള എന്ന് പറയുന്ന ഒരു പെൻഷനർ മരിച്ച സമയത്ത് ഇനിയൊരു പെൻഷൻകാരൻ്റെ കണ്ണീര് KSRTCയിലോ ഈ കേരളത്തിലോ വീഴില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു നേതാവാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം അതിൻ്റേതായ പ്രസക്തി ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCയിലെ ജീവനക്കാർ അക്ഷരത്തിൽ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം KSRTCക്ക് ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട സമരം ചെയ്ത് ശമ്പള പരിഷ്കരണം സർക്കാർ നൽകി. ആ ശമ്പള പരിഷ്കരണത്തിന് ശേഷം 1% DA പോലും KSRTCക്ക് ഉണ്ടായിട്ടില്ല. 1%. അവൻ്റെ PF അവൻ്റെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവൻ്റെ മകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മകന് വേണ്ടിയോ ഒരു ആശുപത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിനേക്ക് വേണ്ടിയോ അവനൊരു ലോണിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ആ ലോൺ കൃത്യമായി കൊടുക്കുന്ന സംവിധാനമില്ല. 2024 മുതൽ പെൻഷൻകാർക്ക് അവർക്ക് അർഹതപ്പെട്ട PF അപ്പം തന്നെ കൊടുക്കേണ്ടതാണ്. ഇതുവരെയായും കൊടുത്തിട്ടില്ല. അതിൽ കല്യാണ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ദുഃഖകരമായ കല്യാണ കത്ത് വരെ പിന്നെ KSRTCയിലെ മാനേജ്മെൻറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ 1 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നത്. 5-10 ലക്ഷം രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് എങ്ങനെയാണ് ജീവനക്കാർ ഇതിനകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? അവൻ്റെ മുന്നോട്ടുള്ള ഭാവി എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുക? സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ അടവ് 4-ാം തീയതിയോ 5-ാം തീയതിയോ വരുന്നുണ്ടാവും. ആ അടവ് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടക്ടർ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് ടിങ് എന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം പിടയ്ക്കുക. ഇതെന്ത് ചെയ്യും? ബൗൺസുകൾ കൂടിക്കൊണ്ടിരിക്കുക. അവൻ്റെ കാര്യം കൊണ്ടാണോ? സ്വാഭാവികമായിട്ടും ആ ലോൺ അടയ്ക്കാതിരിക്കുമ്പോൾ പിന്നെ ഒരു ബാങ്കിലേക്ക് പോയി അവന് ലോൺ കിട്ടുമോ? അവൻ്റെ ഒരു അത്യാവശ്യ കാര്യം, അവൻ്റെ മകളുടെ പഠനം അല്ലെങ്കിൽ അവൻ്റെ മകൻ്റെ പഠനം, മകനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ആശുപത്രി വ്യവസ്ഥത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ബാങ്ക് അവന് ലോൺ നൽകുമോ? അവൻ്റെ കുറ്റമാണോ ഇത്? സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഇത്രയധികം അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവന് സ്വാഭാവികമായി മാനസികമായി എത്രമാത്രം ടെൻഷൻ ഉണ്ടാവും, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. സമയത്ത് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. 90%-ലധികം KSRTC ജീവനക്കാരും ഒരു ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു കൃത്യതക്കുറവ് വരുമ്പം അവൻ്റെ എല്ലാ കുടുംബ ജീവിതത്തിനും താളം തെറ്റും. അവൻ്റെ മക്കൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഫീസിൻ്റെ വിഷയം വരും. ആ മക്കൾ വീട്ടിൽ വന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ എന്ത് മറുപടി പറയാൻ പറ്റും? ഇത്തരത്തിലുള്ള സാമൂഹികമായ ഒത്തിരി വിഷയങ്ങൾക്കിടയിൽ ഞെങ്ങി പോകുന്ന KSRTC ജീവനക്കാരൻ എപ്പോഴും ടെൻഷൻ്റെ അങ്ങേ അറ്റത്താണ്. ഇതെല്ലാം അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മാത്രമോ ഡ്യൂട്ടി സംവിധാനങ്ങൾ ഇപ്പോൾ 44,600 ജീവനക്കാരിൽ നിന്ന് 22,300 ജീവനക്കാരനായി KSRTCക്കാരൻ കുറഞ്ഞു. 6,300 ബസ്സിൽ നിന്ന് ഇപ്പോൾ 4,300 ബസ്സായി കുറഞ്ഞു. പക്ഷേ വരുമാനം എത്രയാണ് KSRTCയിൽ? സ്വാഭാവികമായിട്ടും ഏതൊരു അരത്തമാറ്റിക് ലോജിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലൊരു ഡിമിനിഷിങ് വരുമ്പം അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിലും കുറവ് വരണ്ടേ? ഔട്ട്പുട്ടിലും കുറവുണ്ട്. ഏത് സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ട് സ്വാഭാവികമായിട്ട് കുറയണം. പക്ഷേ KSRTCയിൽ എന്താ സംഭവിച്ചത്? 5 കോടി 4.5 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ശരാശരി 8 കോടി 9 കോടിക്ക് മുകളിൽ പോലും KSRTCയിലെ ജീവനക്കാർ ഈ തുച്ഛമായ ജീവനക്കാരിൽ നിന്ന് വരുമാനമുണ്ടാക്കി KSRTC മുന്നോട്ട് പോവുകയാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഈ ജീവനക്കാരെ കൊണ്ട് അവനെക്കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ എല്ലാ തരത്തിലുള്ള പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. 5 ഡ്യൂട്ടി 4 ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഡ്യൂട്ടികളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. അപ്പോൾ അത്രയും ജോലിഭാരം കൂടുന്നു. ജോലിഭാരത്തിനനുസരിച്ച് അവന് സാമ്പത്തിക വർധനവോ മറ്റു തരത്തിലുള്ള സംവിധാനങ്ങളോ ഇല്ല. ഏതൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചാണെങ്കിലും ഇത്രയും രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹെൽത്ത് മെഷറിംഗ് എന്നൊരു സംവിധാനം ഉണ്ടാവാറുണ്ട്. അവന് റിലാക്സേഷന് വേണ്ടിയുള്ളൊരു സംവിധാനം ഉണ്ടാവാറുണ്ട്. ഇതൊരു HR-ൻ്റെ പോളിസിയാണ്, ലോകം അംഗീകരിച്ച പോളിസിയാണ്. ഇവിടെ എന്തെങ്കിലും KSRTCയിലുണ്ടോ? എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച പൈസ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ KSRTCക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ എന്തു പ്രതീക്ഷയാണ് ഈ സർക്കാർ KSRTCക്കും സമൂഹത്തിനും കൊടുക്കുന്നത്? അതാണ് ഞങ്ങളുടെ മുന്നിലുള്ള വിഷയം. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എപ്പോഴും പറയുന്നത് വിശപ്പിൻ്റെ രാഷ്ട്രീയം എന്നൊരു രാഷ്ട്രീയത്തിനപ്പുറം ഞങ്ങൾക്ക് ഇതിനകത്തൊരു രാഷ്ട്രീയവുമില്ല. ആ രാഷ്ട്രീയം നമ്മൾ ഉയർത്തിപ്പിടിക്കും, ഉച്ചത്തിൽ പറയണ്ടേ, പരിഹാരം ഉണ്ടാക്കണ്ടേ? ഇനിയും ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഞങ്ങളോട് ഇന്ന് സംസാരിച്ച് പോകുന്ന നാളെ രാവിലെ ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ ഫോട്ടോ വരുമ്പോൾ സഹിക്കാനാവുമോ ഞങ്ങൾക്ക്?